ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് ചരിത്ര വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 166-ാം ദിവസം. ഏലിയായുടെ തീക്ഷ്ണത. ഇന്നേ ദിവസം നമ്മൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-18 അധ്യായങ്ങൾ, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18-19 അധ്യായങ്ങൾ, ഉത്തമഗീതം 5 എന്നിവ വായിക്കുന്നു. ഏലിയായുടെ പ്രവാചക ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ വിവരിക്കുന്ന വചനഭാഗങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുന്നത്. തിന്മ ഉപേക്ഷിക്കുകയും തിന്മയുടെ സ്വാധീന ശക്തികളെ തള്ളിപ്പറയുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണാൻ കഴിയുന്നത്. ദൈവം ആഗ്രഹിക്കാത്ത സഖ്യത്തിൽ ഏർപ്പെടാതിരിക്കാനുള്ള കൃപയും ഏലിയായുടെ തീക്ഷ്ണതയും പ്രാർത്ഥനാ ചൈതന്യവും വിശ്വാസത്തിൻ്റെ കൃപയും ഞങ്ങൾക്ക് നൽകണമേ എന്നും പ്രാർത്ഥിക്കാൻ തിരുവചനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം. ഏലിയായും വരൾച്ചയും. ഗിലിയാദിലെ തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയ ആഹാബിനോട് പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കുന്ന ഇസ്രായേലിൻ്റെ ജീവിക്കുന്ന ദൈവമായ കർത്താവാണ്, എൻ്റെ അധരമൊഴിയല്ലാതെ ഈ വർഷങ്ങളിൽ മഞ്ഞോ മഴയോ ഉണ്ടാവുകയില്ല. കർത്താവിൻ്റെ വചനം അവന് ഇപ്രകാരമുണ്ടായി, നീ ഇവിടെ നിന്ന് പോയി കിഴക്കോട്ട് തിരിഞ്ഞ് ജോർദാന് സമീപമുള്ള കെറീത്ത് അരുവിക്കരികെ ഒളിക്കുക. അരുവിൽ നിന്നായിരിക്കും നീ കുടിക്കുന്നത്. നിന്നെ അവിടെ സഹായിക്കാൻ ഞാൻ മലങ്കാക്കകളോട് കൽപ്പിച്ചിട്ടുണ്ട്. അവൻ പോയി കർത്താവിൻ്റെ വചനമനുസരിച്ച് പ്രവർത്തിച്ചു. അവൻ ചെന്ന് ജോർദാന് സമീപമുള്ള കെറീത്ത് അരുവിക്കരികെ താമസിച്ചു. മലങ്കാക്കകൾ അവന് പ്രഭാതത്തിൽ അപ്പവും മാംസവും കൊണ്ടുവന്നിരുന്നു. പ്രദോഷത്തിലും അപ്പവും മാംസവും ഉണ്ടായിരുന്നു. അവൻ അരുവിയിൽ നിന്ന് കുടിച്ചിരുന്നു. ദേശത്ത് മഴ ഇല്ലാതിരുന്നതിനാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അരുവി വറ്റി. എലിയ സറേഫാത്തിൽ. അപ്പോൾ കർത്താവിൻ്റെ വചനം അവന് ഇപ്രകാരമുണ്ടായി, എഴുന്നേറ്റ് സീദോനിലുള്ള സറേഫാത്തിലേക്ക് പോയി നീ അവിടെ താമസിക്കുക. ഇതാ അവിടെ ഒരു വിധവയോട് നിന്നെ സഹായിക്കാൻ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവൻ എഴുന്നേറ്റ് സറേഫാത്തിലേക്ക് പോയി പട്ടണ കവാടത്തിൽ പ്രവേശിച്ചു. ഇതാ അവിടെ ഒരു വിധവ വിറക് ശേഖരിക്കുകയായിരുന്നു. അവൻ അവളെ വിളിച്ചു പറഞ്ഞു, എനിക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നാലും ഞാൻ കുടിക്കട്ടെ. അവളത് എടുക്കാൻ പോകുമ്പോൾ അവൻ അവളെ വിളിച്ചു പറഞ്ഞു, നിൻ്റെ കയ്യിൽ എനിക്കായി ഒരു കഷ്ണം അപ്പവും എടുത്താലും. അവൾ പറഞ്ഞു, ജീവിക്കുന്ന നിൻ്റെ ദൈവമായ കർത്താവാണേ, പാത്രത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമല്ലാതെ എൻ്റെ കയ്യിൽ പാകം ചെയ്തത് ഒന്നുമില്ല. ഇതാ ഞാൻ 2 ചുള്ളി വിറക് ശേഖരിക്കുകയാണ്. ഞാൻ പോയി എനിക്കും എൻ്റെ മകനും വേണ്ടി അപ്പമുണ്ടാക്കി ഞങ്ങളത് ഭക്ഷിക്കും, എന്നിട്ടും മരിക്കും. എലി അവളോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ അകത്ത് ചെന്ന് നിൻ്റെ വാക്കുപോലെ ചെയ്തു കൊള്ളുക. എന്നാൽ അതിലാദ്യം എനിക്കായി ഒരു ചെറിയ അട ഉണ്ടാക്കി അത് എനിക്ക് കൊണ്ടുവരിക. അതിനുശേഷം നിനക്ക് നിൻ്റെ പുത്രനും വേണ്ടി ഉണ്ടാക്കുക. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഭൂമുഖത്ത് കർത്താവ് മഴ നൽകുന്നതുവരെ മാവിൻ പാത്രം ഒഴിയുകയില്ല, എണ്ണഭരണി വറ്റുകയുമില്ല. അവൾ പോയി ഏലിയയുടെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു. അവനും അവളും അവളുടെ കുടുംബവും ദിവസങ്ങളോളം ഭക്ഷിച്ചു. ഏലിയ വഴി കർത്താവ് അരുൾ ചെയ്ത വാക്കുപോലെ മാവിൻ പാത്രം ഒഴിഞ്ഞില്ല, എണ്ണഭരണി വറ്റിയതുമില്ല. ഇക്കാര്യങ്ങൾക്ക് ശേഷം ആ ഭവനത്തിൻ്റെ ഉടമസ്ഥയായ സ്ത്രീയുടെ മകൻ രോഗിയായി. അവൻ്റെ രോഗം അവനിൽ ശ്വാസമില്ലാതാകുന്നത്ര മാരകമായി തീർന്നു. അവൾ ഏലിയായോട് പറഞ്ഞു, ദൈവപുരുഷ, എനിക്കും നിനക്കും എന്ത്?
എൻ്റെ കുറ്റം എന്നെ അനുസ്മരിപ്പിക്കാനും എൻ്റെ മകൻ മരിക്കാതിരിക്കുന്നതിനും വേണ്ടി നീ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിൻ്റെ മകനെ എനിക്ക് തരിക. അവൻ അവളുടെ മടിയിൽ നിന്ന് അവനെ എടുത്ത് താൻ താമസിച്ചിരുന്ന മുകളിലത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവനെ തൻ്റെ മടിയിൽ കിടത്തി. അവൻ തൻ്റെ കിടക്കയിൽ കിടത്തി. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ പരദേശിയായി കൂടെ താമസിക്കുന്ന വിധവയുടെ മേൽ പോലും അവളുടെ പുത്രനെ കൊല്ലും വിധം അങ്ങ് തിന്മ വരുത്തിയിരിക്കുന്നുവോ? പിന്നീട് അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം നിവർന്നു കിടന്നുകൊണ്ട് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവമായ കർത്താവെ, ഈ കുട്ടിയുടെ ജീവൻ അവൻ്റെ ഉള്ളിലേക്ക് മടങ്ങി വരട്ടെ. കർത്താവ് എലിയായുടെ സ്വരം കേട്ടു. കുട്ടിയുടെ ജീവൻ അവൻ്റെ ഉള്ളിലേക്ക് മടങ്ങി വന്നു. അവൻ ജീവിച്ചു. എലിയ കുട്ടിയെ എടുത്ത് മുകളിലത്തെ മുറിയിൽ നിന്ന് വീട്ടിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് അവനെ അവൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് എലിയ പറഞ്ഞു, നോക്കൂ, നിൻ്റെ പുത്രൻ ജീവിക്കുന്നു. ആ സ്ത്രീ എലിയായോട് പറഞ്ഞു, നീ ദൈവപുരുഷനാണെന്നും നിൻ്റെ അധരത്തിലെ കർത്തൃവചനം സത്യമാണെന്നും ഇപ്പോൾ ഞാൻ അറിയുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം. ഏലിയായും ബാലിൻ്റെ പ്രവാചകന്മാരും. ഏറെ നാൾ കഴിഞ്ഞ് 3-ാം വർഷത്തിൽ കർത്താവിൻ്റെ വചനം ഏലിയായുടെ പക്കൽ ഇപ്രകാരം വന്നു ഭവിച്ചു. നീ പോയി ആഹാബിൻ്റെ അടുക്കൽ സന്നിഹിതനാവുക. ഞാൻ ഭൂമുഖത്ത് മഴ നൽകാൻ പോവുകയാണ്. ഏലിയ ആഹാബിൻ്റെ അടുക്കൽ സന്നിഹിതനാകാൻ പോയി. സമറിയായിൽ അപ്പോൾ ക്ഷാമം കഠിനമായിരുന്നു. ആഹാബ് തൻ്റെ ഭവനത്തിൻ്റെ മേലാളായ ഒബാദിയായെ വിളിച്ചു വരുത്തി. ഒബാദിയ ദൈവത്തെ ഏറെ ഭയപ്പെട്ടിരുന്നു. ജസബേൽ കർത്താവിൻ്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒബാദിയ 100 പ്രവാചകന്മാരെ ഒരുമിച്ച് കൂട്ടി. അവരെ 50 പേർ വീതമായി ഓരോ ഗുഹയിലും ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അവരെ അപ്പവും വെള്ളവും കൊണ്ട് സംരക്ഷിച്ചിരുന്നു. ആഹാബ് ഒബാദിയായോട് പറഞ്ഞു, നീ നാട്ടിലുള്ള എല്ലാ ഉറവകളിലേക്കും നീർച്ചാലുകളിലേക്കും ചെല്ലുക. ഒരുപക്ഷെ നമുക്ക് പുല്ല് കണ്ടെത്തി കുതിരയുടെയും കോവർക്കഴുതിയുടെയും ജീവൻ കാക്കാനാകും. അങ്ങനെ മൃഗഗണത്തിൽ നിന്ന് നമ്മൾ ഒന്നും നശിപ്പിക്കാതിരിക്കട്ടെ. ദേശത്തിലൂടെ പരിശോധിച്ച് കടന്നു പോകാനായി അവർ അത് തങ്ങൾക്കായി വിധിച്ചു. ആഹാബ് തനിയെ ഒരു വഴിയെ പോയി, ഒബാദിയ തനിയെ വേറൊരു വഴിയെയും പോയി. ഒബാദിയ വഴിയിലായിരുന്നപ്പോൾ ഇതാ ഏലിയ അവനെ കണ്ടുമുട്ടി. അവൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. മുഖം മുട്ടെ കുമ്പിട്ട് അവൻ ചോദിച്ചു, യജമാനനെ, അങ്ങല്ലേ ഏലിയ? അദ്ദേഹം അവനോട് പറഞ്ഞു, ഞാൻ തന്നെ. നീ ചെന്ന് നിൻ്റെ യജമാനനോട് പറയുക, ഏലിയ ഇതാ. അവൻ പറഞ്ഞു, അങ്ങയുടെ ദാസനായ എന്നെ അങ്ങ് ആഹാബിൻ്റെ കയ്യിൽ കൊല്ലാൻ ഏൽപ്പിക്കും വിധം ഞാൻ എന്തു പിഴച്ചു? അങ്ങയുടെ ദൈവമായ ജീവിക്കുന്ന കർത്താവാണേ, അങ്ങയെ അന്വേഷിക്കാൻ എൻ്റെ യജമാനൻ ആളയക്കാത്ത രാജ്യമോ ജനതയോ ഇല്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ തങ്ങൾ അങ്ങയെ കണ്ടെത്തിയില്ല എന്ന് അവൻ രാജ്യത്തെയും ജനതയെയും കൊണ്ട് ശബ്ദം ചെയ്യിച്ചു. ഇപ്പോൾ അങ്ങ് പറയുന്നു, നീ പോയി നിൻ്റെ യജമാനനോട് പറയുക, ഇതാ ഏലിയ. ഞാൻ അങ്ങയുടെ അടുത്തു നിന്ന് പോയി കഴിയുമ്പോൾ കർത്താവിൻ്റെ അരൂപി ഞാൻ അറിയാത്തിടത്തേക്ക് അങ്ങയെ വഹിച്ചു കൊണ്ടുപോകും. ആഹാബിനോട് വിവരിക്കാൻ ഞാൻ പോവുകയും അവൻ അങ്ങയെ കണ്ടെത്താതിരിക്കുകയും ചെയ്താൽ അവൻ എന്നെ വധിക്കും. അങ്ങയുടെ ദാസൻ ചെറുപ്പം മുതൽ കർത്താവിനെ ഭയപ്പെടുന്നവനാണ് താനും. ജസബേൽ കർത്താവിൻ്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഞാൻ ചെയ്തത് എൻ്റെ യജമാനനോട് പറയപ്പെട്ടിട്ടില്ലേ? കർത്താവിൻ്റെ പ്രവാചകന്മാരിൽ നിന്ന് 100 പേരെ 50 പേർ വീതമായി ഓരോ ഗുഹയിൽ ഒളിപ്പിച്ച് ഞാൻ അപ്പവും വെള്ളവും കൊണ്ട് അവരെ സംരക്ഷിച്ചിരുന്നു. ഇപ്പോൾ അങ്ങ് പറയുന്നു, ഇതാ ഏലിയ എന്ന്. പോയി നിൻ്റെ യജമാനനോട് പറയുക, അപ്പോൾ അവൻ എന്നെ കൊല്ലും. ഏലിയ പ്രതിവചിച്ചു, ഞാൻ ആരുടെ മുമ്പിൽ പരിചരിക്കാനായി നിൽക്കുന്നുവോ ആ സജീവനായ ദൈവ സൈന്യങ്ങളുടെ കർത്താവാണ്, ഇന്ന് തീർച്ചയായും ഞാൻ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഒബാദിയ ആഹാബിനെ കാണാൻ പോയി. അവൻ അയാളോട് കാര്യം വിവരിച്ചു. അപ്പോൾ ആഹാബ് ഏലിയായെ കാണാൻ പോയി. ആഹാബ് ഏലിയായെ കണ്ടു. അപ്പോൾ ആഹാബ് അവനോട് ചോദിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയോ ഇത്? അവൻ പറഞ്ഞു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, മറിച്ച് നീയും നിൻ്റെ പിതൃഭവനവുമാണ്. നിങ്ങൾ കർത്താവിൻ്റെ കൽപ്പനകൾ ഉപേക്ഷിക്കുകയും നീ ബാൽദേവന്മാരുടെ പിന്നാലെ പോവുകയും ചെയ്തതുകൊണ്ടാണിത്. ഇതാ, നീ ആളയച്ച് ഇസ്രായേൽ മുഴുവനെയും ജസബലിൻ്റെ മേശയിൽ ഭക്ഷിക്കുന്ന ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും
അഷേരായുടെ 400 പ്രവാചകന്മാരെയും എൻ്റെ അടുക്കൽ കാർമൽ മലയിലേക്ക് വിളിച്ചു കൂട്ടുക. ആഹാബ് എല്ലാ ഇസ്രായേല്യർക്കിടയിലേക്കും ആളയച്ചു. അവൻ പ്രവാചകന്മാരെ കാർമൽ മലയിലേക്ക് വിളിച്ചു കൂട്ടി. ഏലിയ ജനത്തെ ഒന്നാകെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ 2 ഭിന്നചിന്തകൾക്ക് മീതെ മുടന്തി നടക്കും? കർത്താവാണ് ദൈവമെങ്കിൽ നിങ്ങൾ അവിടുത്തെ പിന്നാലെ പോകുകയും ബാലാണെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുകയും. ജനം അവനോട് ഒരു വാക്കും പ്രത്യുത്തരിച്ചില്ല. ഏലിയ ജനത്തോട് പറഞ്ഞു, കർത്താവിൻ്റെ പ്രവാചകനായി ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. ബാലിൻ്റെ പ്രവാചകന്മാരാകട്ടെ 450 പേരും. ഞങ്ങൾക്ക് 2 കാളകളെ തരുവി. അവർ അവർക്കായി ഒരു കാളയെ തിരഞ്ഞെടുത്ത് അതിനെ കഷ്ണങ്ങളാക്കി വിറകിന്മേൽ വയ്ക്കട്ടെ. തീ കൊളുത്തരുത്. ഞാനും ഒരു കാളയെ തയ്യാറാക്കി വിറകിന്മേൽ വയ്ക്കാം. തീ കൊളുത്തുകയുമില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം. അഗ്നി കൊണ്ട് പ്രത്യുത്തരിക്കുന്ന ദൈവമായിരിക്കും ദൈവം. ജനം മുഴുവൻ മറുപടി പറഞ്ഞു, അക്കാര്യം നല്ലത് തന്നെ. ബാലിൻ്റെ പ്രവാചകരോട് ഏലിയ പറഞ്ഞു, നിങ്ങൾക്കായി ഒരു കാളയെ തിരഞ്ഞെടുക്കുവിൻ. നിങ്ങൾ അനേകരായതുകൊണ്ട് ആദ്യം നിങ്ങൾ തയ്യാറാക്കുവിൻ. നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം നിങ്ങൾ വിളിച്ചപേക്ഷിക്കുവിൻ. എന്നാൽ തീ കൊളുത്തരുത്. അവർ തങ്ങൾക്ക് ലഭിച്ച കാളയെടുത്ത് അതിനെ തയ്യാറാക്കി പ്രഭാതം മുതൽ മധ്യാഹ്നം വരെ ബാലിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ബാൽദേവ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഒരു ശബ്ദവും ഉണ്ടായില്ല. ആരും ഉത്തരം നൽകിയതുമില്ല. അവർ തങ്ങൾ നിർമ്മിച്ച ബലിപീഠത്തിങ്കൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ച് പറഞ്ഞു, ഉച്ചത്തിൽ വിളിക്കുവിൻ. അവനൊരു ദേവനാണല്ലോ. അവൻ വർത്തമാനത്തിലാകാം. തൻ്റെ ദിനചര്യയെ അനുഷ്ഠിക്കുകയാകാം. അവന് ഒരു യാത്രയുണ്ടാകാം. ഒരുപക്ഷെ അവൻ ഉറക്കത്തിലാകാം. അവൻ ഉണരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ ശബ്ദമുയർത്തി വിളിച്ചു. അവരുടെ ആചാരമനുസരിച്ച് വാളുകൾ കൊണ്ടും കുന്തങ്ങൾ കൊണ്ടും രക്തം ഒഴുകുന്നതുവരെ അവർ തങ്ങളുടെ മേൽ മുറിവേൽപ്പിച്ചു. മധ്യാഹ്നം കഴിഞ്ഞ് ധാന്യയാഗം അർപ്പിക്കുന്നതുവരെ അവർ പ്രവചിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഒരു ശബ്ദവും ഉണ്ടായില്ല. ആരും ഉത്തരം നൽകിയതുമില്ല. ആരും ശ്രദ്ധിച്ചുമില്ല. അപ്പോൾ ഏലിയ ജനം മുഴുവനോടും പറഞ്ഞു, എൻ്റെ അടുത്ത് വരുവിൻ. ജനമെല്ലാം അവൻ്റെ അടുത്ത് ചെന്നു. കർത്താവിൻ്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ നന്നാക്കി. ഇസ്രായേൽ എന്നായിരിക്കും നിൻ്റെ നാമം എന്ന് കർത്താവ് ആരോട് അരുൾ ചെയ്തുവോ ആ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് ഏലിയ 12 കല്ലുകളെടുത്തു. ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിൻ്റെ മഹത്വത്തിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. അവൻ ബലിപീഠത്തിന് ചുറ്റും 2 അളവ് വിത്ത് കൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി. അവൻ വിറക് അടുക്കി കാളയെ കഷ്ണങ്ങളാക്കി വിറകിന്മേൽ വെച്ചു. അവൻ പറഞ്ഞു, 4 കുടം വെള്ളം നിറച്ച് യാഗവസ്തുവിന്മേലും വിറകിന്മേലും ഒഴിക്കുവിൻ. അവൻ തുടർന്നു ആവർത്തിക്കുവിൻ. അവർ ആവർത്തിച്ചു. അവൻ വീണ്ടും പറഞ്ഞു, 3ാമതും ചെയ്യുവിൻ. അവർ 3ാമതും ചെയ്തു. ബലിപീഠത്തിന് ചുറ്റും വെള്ളമൊഴുകി. ചാലിലും അവൻ വെള്ളം നിറച്ചു. ധാന്യാർപ്പണ നേരമായപ്പോൾ എലിയ പ്രവാചകൻ അടുത്തു വന്നു പ്രാർത്ഥിച്ചു, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവെ, അങ്ങ് ഇസ്രായേലിൽ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ വാക്കനുസരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. കർത്താവെ, എനിക്ക് ഉത്തരമരുളണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ മനസ്സുകളെ പിന്തിരിക്കുന്നുവെന്നും ഈ ജനം അറിയുന്നതിന് എനിക്ക് ഉത്തരമരുളണമേ. ഉടൻ കർത്താവിൻ്റെ അഗ്നി പതിച്ച് യാഗവസ്തുവും വിറകും കല്ലുകളും പൂഴിയും വിഴുങ്ങുകയും ചാലിലുണ്ടായിരുന്ന വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം മുഴുവൻ അവരുടെ മുഖം നിലം പറ്റി കുമ്പിട്ട് പ്രഘോഷിച്ചു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ഏലിയ അവരോട് പറഞ്ഞു, ബാലിൻ്റെ പ്രവാചകന്മാരെ പിടിക്കുവിൻ. അവരിൽ ഒരുവനും രക്ഷപ്പെടരുത്. അവർ അവരെ പിടിച്ചു. ഏലിയ അവരെ കിഷോൻ അരുവിക്ക് സമീപത്തേക്ക് ഇറക്കിക്കൊണ്ടുപോയി. അവരെ അവിടെ വെച്ച് വധിച്ചു. വരൾച്ച അവസാനിക്കുന്നു. അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക. എന്തെന്നാൽ മഴയുടെ ഇരമ്പൽ ശബ്ദമിതാ. ആഹാബ് ഭക്ഷിക്കാനും പാനം ചെയ്യാനും കയറിപ്പോയി. ഏലിയ കർമ്മൽ മലയുടെ ഉച്ചിയിലേക്ക് കയറി. അവൻ ഭൂമിയിലേക്ക് കുമ്പിട്ട് തൻ്റെ മുഖം മുട്ടുകൾക്കിടയിൽ വെച്ചു. അവൻ തൻ്റെ ഭൃത്യനോട് പറഞ്ഞു, നീ പോയി കടലിൻ്റെ നേർക്ക് നോക്കുക.
അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും അവനോട് പറഞ്ഞു, 7 പ്രാവശ്യം തിരിച്ചുപോയി നോക്കുക. 7-ാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യകരം പോലുള്ള ചെറിയ ഒരു മേഘം പൊന്തി വരുന്നു. അവൻ അയാളോട് പറഞ്ഞു, കയറിച്ചെന്ന് ആഹാബിനോട് പറയുക, മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി മലയിറങ്ങുക. പെട്ടെന്ന് ആകാശമിരുണ്ടു, കാർമേഘങ്ങളും കാറ്റുമുണ്ടായി വലിയ മഴ പെയ്തു. ആഹാബ് രഥത്തിൽ കയറി ജസ്രയേലിലേക്ക് പോയി. കർത്താവിൻ്റെ കരം ഏലിയായോട് കൂടി ഉണ്ടായിരുന്നു. അവൻ തൻ്റെ അരമുറുക്കി ജസ്രയേലിലേക്ക് എത്തുന്നതുവരെ ആഹാബിന് മുമ്പേ ഓടി. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം. യഹോഷാഫാത്തിന് സമ്പത്തും വലിയ പ്രശസ്തിയുമുണ്ടായി. അവൻ ആഹാബിൻ്റെ മരുമകനുമായി. ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവൻ സമറിയയിലേക്ക് ആഹാബിൻ്റെ പക്കലേക്ക് ചെന്നു. ആഹാബ് അവനും കൂടെ ഉണ്ടായിരുന്നവർക്കുമായി ധാരാളം ആടുകളെയും കാളകളെയും കൊന്നു. അങ്ങനെ അയാൾ റാമോത്ത് ഗിലെയാദിനെതിരെ കയറി ചെല്ലുന്നതിന് അവനെ പ്രേരിപ്പിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാബ് യൂദാ രാജാവായ യഹോഷാഫാത്തിനോട് ചോദിച്ചു, റാമോത്ത് ഗിലെയാദിലേക്ക് നീ എന്നോടുകൂടെ വരുമോ? അവൻ അയാളോട് പറഞ്ഞു, നിന്നെപ്പോലെ ഞാനും നിൻ്റെ ജനത്തെപ്പോലെ എൻ്റെ ജനവും യുദ്ധത്തിൽ നിന്നോടൊത്തുണ്ടായിരിക്കും. എന്നാൽ യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, ആദ്യം കർത്താവിൻ്റെ വചനം ആരാഞ്ഞാലും. അപ്പോൾ ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരായ 400 പേരെ വിളിച്ചുകൂട്ടി. അവൻ അവരോട് ചോദിച്ചു, റാമോത്ത് ഗിലെയാദിനോട് യുദ്ധം ചെയ്യാൻ നമ്മൾ പോകണമോ, അതോ ഞാൻ വേണ്ടെന്ന് വയ്ക്കണമോ? അവർ പറഞ്ഞു, പോവുക, ദൈവം അത് രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. അപ്പോൾ യഹോഷാഫാത്ത് പറഞ്ഞു, ഇവിടെ കർത്താവിൻ്റെ പ്രവാചകനായി ഇനിയും ആരുമില്ലേ? അവനിൽ നിന്നും നമുക്ക് ഹിതമാരായാം. അപ്പോൾ ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഒരുവനിൽ നിന്നുകൂടി കർത്താവിൻ്റെ ഹിതം ആരായാനുണ്ട്. എന്നാൽ ഞാൻ അവനെ വെറുക്കുന്നു. കാരണം എന്നെ സംബന്ധിച്ച് തിന്മയല്ലാതെ നന്മയൊന്നും അവൻ ഒരു കാലത്തും പ്രവചിച്ചിട്ടില്ല. ഇംലായുടെ പുത്രൻ മികായ ആണ് അവൻ. യഹോഷാഫാത്ത് പറഞ്ഞു, രാജാവ് അങ്ങനെ പറയാതിരിക്കട്ടെ. ഇസ്രായേൽ രാജാവ് ഒരു ഭൃത്യനെ വിളിച്ചു പറഞ്ഞു, ഇംലായുടെ മകൻ മികായയെ തിടുക്കത്തിൽ കൊണ്ടുവരൂ. ഇസ്രായേൽ രാജാവും യൂദാ രാജാവുമായ യഹോഷാഫാത്തും വസ്ത്രങ്ങളണിഞ്ഞ് ഓരോരുത്തരും തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അവർ ഇരുന്നത് സമറിയയുടെ പ്രവേശന കവാടത്തിനടുത്തുള്ള മെതിക്കളത്തിലായിരുന്നു. പ്രവാചകന്മാരെല്ലാവരും അവരുടെ മുമ്പിൽ പ്രവചിച്ചു കൊണ്ടിരുന്നു. കെനാനയുടെ പുത്രൻ സെദേക്കിയ ഇരുമ്പിൻ്റെ കൊമ്പുകൾ തനിക്കായി നിർമ്മിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, നീ ഇതുകൊണ്ട് ആരാംകാരെ സമ്പൂർണ്ണമായും കുത്തിക്കീറും. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ പ്രവചിച്ചുകൊണ്ട് പറഞ്ഞു, റാമോത്ത് ഗിലെയാദിനെതിരെ പോയി വിജയിക്കുക, കർത്താവ് അത് രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും. മികായയെ വിളിക്കാൻ പോയ ദൂതൻ അവനോട് ഇപ്രകാരം പറഞ്ഞു, ഇതാ പ്രവാചക വചസ്സുകൾ ഒരേ സ്വരത്തിൽ രാജാവിന് അനുകൂലമായിരുന്നു. നിന്റെ വാക്കും അവരിൽ ഒരുവൻ്റേതുപോലെ ആയിരിക്കട്ടെ, നീയും നല്ലത് പറയുക. എന്നാൽ മികായ പറഞ്ഞു, ജീവിക്കുന്ന കർത്താവാണ് എൻ്റെ ദൈവം എന്തു പറയുന്നുവോ അത് ഞാൻ പറയും. അവൻ രാജാവിൻ്റെ അടുത്തെത്തി. അപ്പോൾ രാജാവ് അവരോട് ചോദിച്ചു, റാമോത്ത് ഗിലെയാദിലേക്ക് യുദ്ധം ചെയ്യാൻ നമ്മൾ പോകണമോ, അതോ ഞാൻ വേണ്ടെന്ന് വയ്ക്കണമോ? അവൻ പറഞ്ഞു, പുറപ്പെട്ട് വിജയം വരിച്ചുകൊള്ളുവിൻ, നിങ്ങളുടെ കയ്യിൽ അത് ഏൽപ്പിക്കപ്പെടട്ടെ. രാജാവ് അവനോട് ചോദിച്ചു, കർത്താവിൻ്റെ നാമത്തിൽ നീ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം നിന്നെ ഞാൻ ആണയിടിക്കണം? അവൻ പറഞ്ഞു, ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ഇസ്രായേൽ ജനം മലകളിൽ ചിതറിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇവർക്ക് നാഥന്മാരില്ല. ഇവർ ഓരോരുത്തരും സ്വഭവനത്തിലേക്ക് സമാധാനത്തിൽ തിരിച്ചു പോകട്ടെ. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഇവൻ എന്നെക്കുറിച്ച് തിന്മയല്ലാതെ നന്മയൊന്നും പ്രവചിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, ആകയാൽ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. കർത്താവ് തൻ്റെ സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗീയ സൈന്യം മുഴുവൻ അവിടുത്തെ വലയം വലത്തും ഇടത്തും ചേർന്ന് നിന്നിരുന്നു. കർത്താവ് ചോദിച്ചു, റാമോത്ത് ഗിലെയാദിൽ കയറിച്ചെന്ന് നിബന്ധിക്കാൻ ഇസ്രായേൽ രാജാവായ ആഹാബിനെ ആര് വശീകരിക്കും? അപ്പോൾ സംസാരിച്ച ഒരുവൻ ഇങ്ങനെയും മറ്റൊരുവൻ അങ്ങനെയും പറഞ്ഞു. എന്നാൽ ഒരു അരൂപി പുറപ്പെട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിന്നും പറഞ്ഞു,
ഞാൻ അവനെ വശീകരിക്കാം. കർത്താവ് അവനോട് ചോദിച്ചു, എങ്ങനെ? അവൻ പ്രത്യുത്തരിച്ചു, ഞാൻ പുറപ്പെട്ട് അവൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരത്തിൽ നുണയുടെ അരൂപിയായിത്തീരാം. അവിടുന്ന് പറഞ്ഞു, നീ അവനെ വശീകരിക്കും, നീ വിജയിക്കുകയും ചെയ്യും. നീ പുറപ്പെട്ട് അങ്ങനെ ചെയ്യുക. ആകയാൽ ഇതാ, നിൻ്റെ പ്രവാചകന്മാരുടെ എല്ലാം അധരങ്ങളിൽ കർത്താവ് നുണയുടെ ഒരരൂപി നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവ് നിനക്കെതിരെ അനർത്ഥം നിരൂപിച്ചിരിക്കുന്നു. ഉടനെ കെനാനായുടെ മകൻ സെദക്കിയ മികായായുടെ അടുത്ത് വന്ന് അവൻ്റെ ചെകിട്ടത്ത് അടിച്ചുകൊണ്ട് ചോദിച്ചു, കർത്താവിൻ്റെ അരൂപി നിന്നോട് സംസാരിക്കാൻ ഏതു വഴിയാണ് എന്നെ വിട്ടുപോയത്? മികായ പറഞ്ഞു, ഒളിക്കാൻ ഉള്ളറയിൽ നീ പ്രവേശിക്കുന്ന ആ ദിവസത്തിൽ നീ അത് കാണും. ഇസ്രായേൽ രാജാവ് ആജ്ഞാപിച്ചു, മികായയെ പിടിച്ച് നഗരാധിപൻ ആമോൻ്റെയും രാജകുമാരൻ യവാഷിൻ്റെയും അടുത്തേക്ക് കൊണ്ടുചെന്നാക്കുവിൻ. നിങ്ങൾ പറയണം, രാജാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ സമാധാനത്തിൽ തിരിച്ചു വരുന്നതുവരെ ഇവനെ കാരാഗ്രഹത്തിലിടുകയും ഞെരുക്കത്തിൻ്റെ ജലവും ഞെരുക്കത്തിൻ്റെ അപ്പവും കഴിപ്പിക്കുകയും വേണം. മികായ പറഞ്ഞു, തീർച്ചയായും നീ സമാധാനത്തിൽ തിരിച്ചു വരികയാണെങ്കിൽ കർത്താവ് എന്നിലൂടെ സംസാരിച്ചിട്ടില്ല. അവൻ തുടർന്നു, ജനമേ, നിങ്ങളെല്ലാവരും കേൾക്കുവിൻ. ആഹാബിൻ്റെ മരണം. ഇസ്രായേൽ രാജാവ് യൂദാ രാജാവായ യഹോഷാഫാത്തിനോടൊപ്പം റാമോത്ത് ഗിലെയാദിലേക്ക് പുറപ്പെട്ടു. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, യുദ്ധത്തിൽ ഞാൻ വേഷപ്രച്ഛന്നായി പോകാം, നീ നിൻ്റെ വസ്ത്രങ്ങൾ ധരിക്കുക. ഇസ്രായേൽ രാജാവ് വേഷപ്രച്ഛന്നായി. അവർ യുദ്ധത്തിന് പോയി. ആരാം രാജാവ് തൻ്റെ 32 രഥനായകന്മാരോട് ഇപ്രകാരം കൽപ്പിച്ചിരുന്നു, വലിയവരോടോ ചെറിയവരോടോ അല്ല, പ്രത്യുത ഇസ്രായേൽ രാജാവിനോട് മാത്രം പടവെട്ടുക. നായകന്മാർ യഹോഷാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെയാണ് ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനെതിരെ പടവെട്ടാൻ തിരിഞ്ഞു. യഹോഷാഫാത്ത് നിലവിളിച്ചു. കർത്താവ് അവനെ സഹായിച്ചു. അവനിൽ നിന്ന് ദൈവം അവരെ പിന്തിരിപ്പിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ലെന്ന് രഥനായകന്മാർ കണ്ടപ്പോൾ അവർ അവൻ്റെ പിന്നിൽ നിന്ന് പിന്തിരിഞ്ഞു. ഒരാൾ അമ്പെയ്തപ്പോൾ യാദൃച്ഛികമായി ഇസ്രായേൽ രാജാവിൻ്റെ പടച്ചട്ടകളുടെയും കവചത്തിൻ്റെയും ഇടയിൽ തറച്ചു. ഉടനെ അവൻ തേരാളിയോട് പറഞ്ഞു, നീ തിരിഞ്ഞ് എന്നെ പാളയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുക, എന്തെന്നാൽ ഞാൻ മുറിവേൽക്കപ്പെട്ടിരിക്കുന്നു. ആ ദിവസം യുദ്ധം രൂക്ഷമായി. ഇസ്രായേൽ രാജാവ് ആരാംകാർക്ക് മുന്നിൽ വൈകുന്നേരം വരെ രഥത്തിൽ നിവർത്തി നിർത്തപ്പെട്ടിരുന്നു. സൂര്യാസ്തമന സമയത്ത് അവൻ മരിച്ചു. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 19-ാം അധ്യായം. യഹോഷാഫാത്തിൻ്റെ നവീകരണം. യൂദാ രാജാവായ യഹോഷാഫാത്ത് ജെറുസലേമിലെ തൻ്റെ ഭവനത്തിലേക്ക് സമാധാനത്തിൽ മടങ്ങിയെത്തി. അപ്പോൾ ഹനാനിയുടെ പുത്രനായ യഹൂദീർഘദർശി അവൻ്റെ പക്കലേക്ക് ചെന്നു. അവൻ യഹോഷാഫാത്ത് രാജാവിനോട് പറഞ്ഞു, നീ അധർമ്മികളെ സഹായിക്കുകയും കർത്താവിനെ വെറുക്കുന്നവരെ സ്നേഹിക്കുകയും ചെയ്യുകയാണ്. ഇക്കാരണത്താൽ കർത്താവിൽ നിന്നുള്ള ക്രോധം നിൻ്റെ മേലുണ്ട്. എന്നാലും നല്ല കാര്യങ്ങൾ നിന്നിൽ കണ്ടെത്തിയിരിക്കുന്നു. കാരണം നീ ദേശത്തു നിന്ന് അക്ഷേരാകളെ നശിപ്പിക്കുകയും നിൻ്റെ ഹൃദയം ദൈവത്തെ അന്വേഷിക്കാനായി പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു. യഹോഷാഫാത്ത് ജെറുസലേമിൽ പാർത്തു. അവൻ ബെർഷെബ മുതൽ എഫ്രായിം മലമ്പ്രദേശം വരെ ജനത്തിനിടയിൽ വീണ്ടും ഇറങ്ങിച്ചെന്നു. അങ്ങനെ അവരെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവന്നു. അവൻ യൂദാദേശത്തെ സുരക്ഷിത നഗരങ്ങളിലെല്ലാം നഗരം തോറും ന്യായാധിപന്മാരെ നിയമിച്ചു. അവൻ ന്യായാധിപന്മാരോട് പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ മനുഷ്യനു വേണ്ടിയല്ല, പ്രത്യുത കർത്താവിന് വേണ്ടിയാണ് നിങ്ങൾ വിധി നടത്തുന്നത്. വിധിന്യായത്തിൽ അവിടുന്ന് നിങ്ങളോടൊപ്പമുണ്ട്. ആകയാൽ കർത്തൃഭയം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ജാഗ്രതയോടെ ആയിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. എന്തെന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ അനീതിയും മുഖംനോക്കലും കോഴവാങ്ങലും ഇല്ല. യഹോഷാഫാത്ത് ലേവായരിലും പുരോഹിതന്മാരിൽ നിന്നും ഇസ്രായേലിലെ പിതൃതലവന്മാരിൽ നിന്നും ചിലരെ കൂടി കർത്താവിൻ്റെ ന്യായവിധിക്കും ജെറുസലേം നിവാസികളുടെ തർക്കപരിഹാരത്തിനുമായി നിയമിച്ചു. അവൻ അവരോട് ഇപ്രകാരം കൽപ്പിച്ചു, കർത്തൃഭയത്തോടും വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി നിങ്ങളിങ്ങനെ വർത്തിക്കണം. തങ്ങളുടെ പട്ടണങ്ങളിൽ വസിക്കുന്ന നിങ്ങളുടെ സഹോദരരിൽ നിന്ന് രക്തച്ചൊരിച്ചിലിനെക്കുറിച്ചോ നിയമം, കൽപ്പന, ചട്ടങ്ങൾ, വിധികൾ എന്നിവയെക്കുറിച്ചോ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുന്ന ഓരോ തർക്കത്തിലും
അവർ കർത്താവിൻ്റെ മുമ്പിൽ കുറ്റക്കാരാകാതിരിക്കാനും നിങ്ങളുടെയും നിങ്ങളുടെ സഹോദരങ്ങളുടെയും മേൽ ക്രോധം ഉണ്ടാകാതിരിക്കാനും നിങ്ങൾ അവരെ ഉപദേശിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങളും കുറ്റക്കാരായിരിക്കുകയില്ല. ഇതാ, കർത്താവിനെ സംബന്ധിക്കുന്ന ഓരോ കാര്യത്തിലും മുഖ്യപുരോഹിതനായ അമരിയ നിങ്ങളുടെ മേധാവിയും രാജാവിനെ സംബന്ധിക്കുന്ന ഓരോ കാര്യത്തിലും ഇഷ്മായേലിൻ്റെ പുത്രനായ സെബദിയ യൂദാഭവനത്തിൻ്റെ നേതാവും നിങ്ങളുടെ മുമ്പിൽ ലേവായർ ശുശ്രൂഷകരും ആയിരിക്കും. കരുത്താർജിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവിൻ. കർത്താവ് നന്മയോടൊപ്പം നിലകൊള്ളട്ടെ. ഉത്തമഗീതം 5-ാം അധ്യായം. മണവാളൻ. എൻ്റെ സോദരിയായ മണവാട്ടി, ഞാൻ എൻ്റെ പൂന്തോപ്പിലേക്ക് വരുന്നു. എൻ്റെ സുഗന്ധദ്രവ്യത്തോടൊപ്പം മീറയും ഞാൻ സംഭരിക്കുന്നു. എൻ്റെ തേനിനൊപ്പം തേൻകട്ടയും ഞാൻ ഭക്ഷിക്കുന്നു. എൻ്റെ പാലിനൊപ്പം വീഞ്ഞ് ഞാൻ കുടിക്കുന്നു. തിന്നുവിൻ കൂട്ടുകാരെ, പ്രിയരെ, കുടിച്ചു മതിക്കുവിൻ. മണവാട്ടി, ഞാൻ ഉറങ്ങുകയായിരുന്നു, എന്നാൽ എൻ്റെ പ്രിയൻ മുട്ടുന്ന സ്വരം എൻ്റെ ഹൃദയത്തെ ഉണർത്തി. മണവാളൻ. എൻ്റെ സോദരി, എൻ്റെ പ്രിയെ, എൻ്റെ മാടപ്രാവെ, എൻ്റെ തികവുറ്റവളെ, എനിക്കായി തുറന്നു തരിക. തലയിൽ തുഷാരം നിറഞ്ഞ എനിക്കായി രാമഞ്ഞുതുള്ളികൾ മുടിച്ചുരുളുകളെ ഈർന്നണിയിച്ച എനിക്കായി. മണവാട്ടി. ഞാൻ എൻ്റെ അങ്കി ഊരി എങ്ങനെ ഞാനതണിയും? ഞാൻ എൻ്റെ പാദങ്ങൾ കഴുകി എങ്ങനെ ഞാനവ മലിനമാക്കും? എൻ്റെ പ്രിയൻ വാതിൽ വിടവിലൂടെ തൻ്റെ കൈ നീട്ടിയപ്പോൾ എൻ്റെ അന്തരംഗം അവനെ പ്രതി അസ്വസ്ഥമായി. എൻ്റെ പ്രിയന് തുറന്നു കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു. എൻ്റെ കൈകൾ മീറ ചൊരിഞ്ഞു, എൻ്റെ വിരലുകളും സാക്ഷാപ്പിടികളിൽ മീറ ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. എൻ്റെ പ്രിയന് വേണ്ടി ഞാൻ തുറന്നു, പക്ഷേ എൻ്റെ പ്രിയൻ പിന്തിരിഞ്ഞ് കടന്നുപോയി. അവൻ പിരിഞ്ഞപ്പോൾ എൻ്റെ ജീവനും പുറപ്പെടുകയായി. ഞാൻ അവനെ അന്വേഷിച്ചു, എന്നാൽ കണ്ടെത്തിയില്ല. ഞാൻ അവനെ വിളിച്ചു, എന്നാൽ അവൻ പ്രത്യുത്തരിച്ചില്ല. നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങുകയായിരുന്ന കാവൽക്കാർ എന്നെ കണ്ടു. അവരെന്നെ തല്ലി, അവരെന്നെ മുറിവേൽപ്പിച്ചു. മതിലുകളുടെ കാവൽക്കാർ എൻ്റെ അങ്കി എൻ്റെ മേൽ നിന്ന് ഊരിയെടുത്തു. ജെറുസലേം പുത്രിമാരെ, നിങ്ങളുമായി ഞാൻ ശബ്ദം ചെയ്തതാണ്. എൻ്റെ പ്രിയനെ നിങ്ങൾ കണ്ടാൽ അവനോട് നിങ്ങൾ എന്തു വർണ്ണിക്കും? ഞാൻ പ്രേമാതുരയാണെന്നതു തന്നെ. തോഴിമാർ. മാനിനിമാരിൽ മനോഹരി, കാമുകക്കൂട്ടത്തേക്കാൾ നിൻ്റെ പ്രിയന് മേന്മ എന്ത്? ഞങ്ങളുമായി നീ ശബ്ദം ചെയ്യാൻ കാമുകക്കൂട്ടത്തേക്കാൾ നിൻ്റെ പ്രിയന് മേന്മ എന്ത്? മണവാട്ടി. എൻ്റെ പ്രിയൻ ശുഭ്രശോഭനും അരുണവർണ്ണനുമാണ്, 10,000-ങ്ങളിൽ അതിപ്രശസ്തനുമാണ്. അവൻ്റെ ശിരസ് തനി തങ്കമാണ്, കാക്കക്കറുപ്പുള്ളതാണ് അവൻ്റെ അളകാവല തിരമാലകൾ. അവൻ്റെ കണ്ണുകൾ അരുവിക്കരയിലെ പ്രാവുകളെപ്പോലെയാണ്. പാലിൽ കുളിച്ച് സുഭിക്ഷിതയ്ക്കുമേൽ അവ ചെക്കേറുന്നു. അവയ്ക്ക് കവിളുകൾ സുഗന്ധദ്രവ്യത്തടം പോലെയാണ്, കരണത്തട്ടുകൾ പോലെ തന്നെ. അവൻ്റെ അധരങ്ങൾ ലില്ലിപ്പൂക്കളാണ്, ഒലിക്കുന്ന മീറയുടെ തുള്ളികളാണ്. അവൻ്റെ കൈകൾ രത്നം നിറച്ച സ്വർണ്ണക്കുഴലുകൾ. അവൻ്റെ ഉദരം ഇന്ദ്രനീലം പൊതിഞ്ഞ ദന്തനിർമ്മിതിയും. അവൻ്റെ കുറകുകൾ സുവർണപാതുകക്കുടങ്ങളിൽ ഉറപ്പിച്ച സ്വർണ്ണക്കൽ സ്തംഭങ്ങൾ. അവൻ്റെ ആകാരം ലബനോൻ പോലെ, ദേവദാരു പോലെ വിശിഷ്ടം. അവൻ്റെ വായി മാധുര്യമുള്ളതാണ്, അവൻ സർവദാ അഭികാമ്യനാണ്. ജെറുസലേം പുത്രിമാരെ, ഇതാണ് എൻ്റെ പ്രിയൻ, ഇതാണ് എൻ്റെ തോഴൻ.